ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ അമ്മ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞു ഇവിടെ എന്നാണ് പല്ല് തേക്കാൻ നിൽക്കുവാണ്. കുഞ്ഞൊരു ഹായ് പറയാവോ? കുഞ്ഞു ഭയങ്കര രാവിലെ എണീറ്റോണ്ട്. പിന്നെ ഇത് എന്തോ ടാങ്കാണ്. ഇവിടെ അമ്മ വീടിൻ്റെ കൊടുക്കളമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം കൊടുക്കളമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാണ്. ഇവിടെ ഭയങ്കര അത് കണ്ടോ, പോർച്ചുഗലിൻ്റെ ഫ്ലാഗ് മാമൻ തൂക്കിയിട്ടുണ്ട്. ഞാനും ഒരു പോർച്ചുഗൽ ഫാനാണ്. അപ്പോൾ മാമൻ ഇതും തൂക്കിയിട്ടുണ്ട്. മഴ നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ അർജൻറ്റീന ഫാൻസ് ആരുമില്ല. അർജൻറ്റീന ഫാൻസ് ഇവിടെ കമ്മോൺ. അപ്പം ഇവിടെ കുഞ്ഞു അർജൻറ്റീനയാണ്. കോടുക്ലമ്മ അർജൻറ്റീന, അച്ഛ അർജൻറ്റീന, അമ്മ അർജൻറ്റീന, എല്ലാവരും അർജൻറ്റീന. മാത്രമായിട്ട് പോർച്ചുഗൽ, ഞാനും മാമനും. പിന്നെ ദേ ഇവിടെ കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ നിറച്ച് അമ്മ വീട്ടിൽ കുറേ കൊക്കൊക്കെ ഉണ്ട്. ഇതുണ്ടോ, കോടുക്ലച്ചൊക്കെ ഉള്ളായിരുന്ന കാലത്ത് നിറച്ച് കൊക്കൊക്കെ ആയിരുന്നു. ഇവിടെ നിറച്ച് ചെടികളാണ്. പിന്നെ ഇപ്പം അമ്മയ്ക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ തോർത്തൊക്കെ അലക്കിയിട്ടേക്കോട്ടെ. മീൻസ് ഞാൻ രാവിലെ തന്നെ പച്ചപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ വലിയൊരു കരിയാപ്പ് ഇപ്പുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണത്. നമ്മൾ അവിടുത്തെ പോലും ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. വഴിയെ എടുക്കാം കേട്ടോ. പിന്നെ ഇതെന്തൊരു റംബൂട്ടാൻ മരമാണെന്നാണ് അമ്മ പറയപ്പെടുന്നത്. എനിക്കറിയില്ല, റംബൂട്ടാൻ മരമാണെന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ഒരു വെറുകരയുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഗായ്സ്. അപ്പം അവിടെ കുഞ്ഞിപ്പൂച്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ പെണ്ണി കടിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലോട്ട് കയറ്റം. എവിടെയാണ് ഇവിടെ? ആടാ കുഞ്ഞി പൂച്ച. ഇത് കാണിച്ചു തരാം ഗൈസ് ഞാൻ. അച്ചടാ, അത് ഓടിപ്പോയി ഗൈസ്. വീഡിയോ ക്യാമറ കണ്ടപ്പോഴേ ഇതേ താഴത്തോട്ട് പോയി. അപ്പോൾ പോയിടി. വരുക. നമുക്കപ്പോൾ ചായ കുടിക്കാം. ഇവിടെ എവിടുന്നെങ്കിലും സൗണ്ട് കേൾക്കുന്നു. എന്താ ഞാനും കുഞ്ഞും ഇപ്പോൾ അവിടേക്ക് പോയി. നമുക്ക് വീഡിയോ എടുത്താൽ കാണൂലായിരിക്കും, അത്രയ്ക്ക് ദൂരത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ചായ കുടിക്കാം. ബാ. ഇത് അമ്മ വീട്ടിൽ വന്നാൽ പിന്നെ തരുന്നതാണ് അവസ്ഥ. ഇത് അമ്മയുടെ ഡ്രസ്സാണ്. എനിക്ക് നല്ല ദിവസമാണ്, അതെനിക്കറിയാം. ബട്ട് കാറ്റ് കയറുന്നതാണ് സുഖം. എനിക്കറിയാൻ വളർത്തുന്നത് ഇത് സുഖം. പക്ഷേ ഈ കൈ ഇങ്ങനെ വെച്ചടിച്ചതായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് കഴിഞ്ഞിട്ടോ ഇത് സുഖമാണ്. നമുക്ക് ചായ കുടിക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ അപ്പവും കടലക്കറി എന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. നോക്കാം. രാവിലെ ഭയങ്കര തിരക്കിട്ട് ഉണ്ടാക്കിയോണ്ട് അടുക്കള നിർത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അടുക്കള കാണിക്കാണ്ടിരിക്കുന്നത്. പിന്നെ അമ്മ അട ഉണ്ടാക്കിയിട്ടുണ്ട്. അട ഞാൻ കാണിച്ചു തരാം. ഇതാണ് അട. അമ്മ അവിടെ ചിക്കൻ ചിക്കൻ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞു അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ വറുത്തതും തരാം. അപ്പം നമുക്ക് ചിക്കൻ വറുത്തതും കഴിക്കാം. അവിടെ ചിക്കൻ വേണമെന്ന് വെച്ചാൽ അപ്പം കിട്ടുവാണെങ്കിൽ കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും കാണിക്കാനില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്യാം. അങ്ങനെയായാലും നിങ്ങൾ നമ്മുടെ ഒരു ഫാനാവുന്നതും എന്താ പറയുക. ഞാൻ എപ്പോഴും അപ്പോൾ എന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലും രണ്ട് പ്രാവശ്യം പറയണ്ടോ? പണ്ട് ഗൈസ് ഈ സാധനം ഞാൻ പറയാം. ഈ സാധനം കണ്ടു, ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാൻ ഞാൻ ഇങ്ങനെ എത്തിപ്പെടുമായിരുന്നു. ഇങ്ങനെ ചാടിയിരിക്കുമായിരുന്നു. ഇപ്പം എനിക്കിത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് പൊക്കം വെച്ചു. അയ്യ
പിന്നെ ഇവിടെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കും വെറുതെ. നല്ല മഴയുണ്ട് കേട്ടോ. നമുക്ക് ചായ എടുത്തിട്ട് കടിൻ ചായ അല്ല കടിൻ ചായ. ഗായ്സ് അപ്പം ചിക്കനുണ്ട്. ചിക്കൻ അമ്മ മസാല തേച്ച് വെച്ചേക്കുവാണ് എനിക്കും കുഞ്ഞുനും വറക്കാൻ. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് കഴിക്കാൻ പറ്റും. ചാളമീൻ വേണ്ട, പോവാം. അപ്പോൾ ഗായ്സ് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഉറക്കെ പറയണം. ഇത് കട്ടൻ ചായയും അടയുണ്ട്, നമുക്കിത് കഴിക്കാം. അമ്മ പറഞ്ഞു കുറച്ച് സമയം എടുക്കും അപ്പം ചിക്കൻ വറുത്തതാവാൻ. അപ്പം അമ്മ പറഞ്ഞു പോയി ചായ കുടിച്ചോ. അവിടെ ഞാൻ രാത്രി അമ്മ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. ഒരു ടെസ്റ്റർ പോലെ അമ്മ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് ആദ്യമേ കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കഴിച്ചില്ല. അപ്പം ഒന്ന് നല്ല കഴിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ എത്രയും കഴിക്കില്ല. കൊള്ളാം. നല്ല പോർച്ചുഗലിൻ്റെ ഫ്രാവ്. എന്തായാലും നിങ്ങൾ അർജന്റീന കളി കണ്ടാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ അണ്ണം കപ്പടിക്കും, നമ്മുടെ അണ്ണം കംബാക്ക് അടിക്കും. ഉറപ്പാണ്. ഒരു ചായ എടുത്തോണ്ട് വാ. നമ്മുടെ അണ്ണം കംബാക്ക് അടിക്കും. കുറേ പേര് പറഞ്ഞു അന്ന് സമ്മതന പോയി. ചിലപ്പോൾ ഇനി അങ്ങനെ ഒന്നും വരില്ല, ഇനി അങ്ങനെ വരുള്ളൂ, പുള്ളി ഇനി കപ്പടിക്കില്ല എന്ന് പറഞ്ഞു. ഗോളടിക്കില്ല എന്നാണ്. പക്ഷെ അടുത്ത കളിയിൽ പുള്ളി 5-0. അത് കണ്ടപ്പോൾ ഉള്ളൊരു രോമാഞ്ചം. സോ ഗുഡ്. പിന്നെ ഇപ്പം ഇന്നലത്തെ കാണും. ഇന്നലത്തെ കളിയും കണ്ട് 1-1 സമനില നിന്നു തോന്നുന്നു. ഞാൻ കളി കണ്ടില്ല. അപ്പോൾ പുള്ളി കംബാക്ക് അടിക്കും, അത്രേ ഉള്ളൂ. ഒന്നും നോക്കണ്ട, കംബാക്ക്. ഇവിടെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട് കേട്ടോ. ഉള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം പോർച്ചുഗലിൻ്റെ പവർ എന്നാണ്. അത് ലൈറ്റിൻ്റെ ആണ്. ആദ്യമേ തെളിയുമ്പോൾ വെള്ളം, പിന്നെ ഇപ്പം തെളിച്ചാൽ മഞ്ഞ. അങ്ങനെയാണ് ഇവിടുത്തെ ലൈറ്റ്. അതിനാന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ വെച്ച് കണ്ടോ, മഞ്ഞ. ഓഫാക്കി തെളിച്ച് വെള്ളം. അത് കാണണോണ്ടാ. ഒരു പേരൊക്കെ തന്നെയായിരുന്നു. ആ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അമ്മയുടെ വകയിൽ അമ്മയുടെ വകയിൽ ആളെ വേണം. എനിക്കല്ലാതെ ഞാൻ പുറത്ത് വന്നിരിക്കാം. ഞാനും പിന്നെ ഇതോ കഴിച്ചു. എനിക്ക് നമുക്ക് ചാവിച്ചിട്ടാണ്. അപ്പം കടലക്കറിയും ചിക്കൻ വറുത്തതും കുഞ്ഞിന് അപ്പവും ചിക്കൻ വറുത്തതും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ നമ്മളെ കടയിൽ പറഞ്ഞു വിട്ടു. ചിക്കൻ പൈസ എടുത്തില്ലേ, ചിക്കൻ മസാല വാങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി ഫ്രണ്ടിൽ കയറി കിടക്കാം. ഇത് നമ്മൾ പോണ വഴി തൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകണം. നടന്നു പോകണം അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരാൾക്കാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ
പോവാണ്. കടയിൽ പോവാം. കടയിൽ പോയി നമുക്ക് ചിക്കൻ മസാല വാങ്ങിയില്ല, അമ്മ മറന്നു പോയിന്ന്. അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാം. തൊട്ട് താഴെയാണ്, ഒരു ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും നടക്കാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2 മിനിറ്റേ ഉള്ളൂ. അപ്പം നിറച്ച് തെന്നിക്കിടക്കുവാണ്. പിന്നെ ഒരു ഫോണ്, കൊട ഒക്കെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും. നമുക്ക് നേരെ താഴെ പോയിട്ട് വരാം. കുഞ്ഞും കൂടെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ നടക്കും, ഇപ്പുറത്തോടെ അവിടെ തെന്നും. നമുക്ക് പോയി കടയിൽ പോകാം. പിന്നെ ഇവിടെ നിന്നൊക്കെ ഒരു വ്യൂ കാണിച്ചു തരാം ഞാൻ. പുകയല്ല കേട്ടോ, കോടമഞ്ഞാണ്, അങ്ങനെയൊക്കെ പറയാം അല്ലേ കുഞ്ഞു? കുഞ്ഞു ഇത് കുഞ്ഞു ഭയങ്കര ലുക്കായിട്ടാണ് വന്നേക്കുന്നത്, പാൻറ്റും ബനിയനൊക്കെ ഇട്ട്. നീ കൊടയിലോട്ട് ഇരിക്കേ, അതേ ഒരു പൂച്ച പോണു. ഇവിടെ താഴെ തന്നെ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും മുസ്ലിംസാണ്, അപ്പം മുസ്ലിം പള്ളി ഉണ്ട്. ഇവിടെ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒറ്റക്കൈയിൽ ഫോൺ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു പാറുണ്ട്. എന്നാലും ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണേ, അതുകൊണ്ടായിരിക്കാം. നമുക്ക് കടയിൽ പോയി സാധനം മേടിക്കാം. പോർച്ചുഗലിൻ്റെയും മെസ്സി, ബ്രസീൽ എല്ലാത്തിൻ്റെയും പോസ്റ്ററുണ്ട്. കണ്ടോ? കണക്കുകൾ ഒരുപാടുണ്ട്. മെസ്സിയുടെ വലിയ ഇതൊന്നും ഇല്ല. ഞാൻ മെസ്സിനെ കുറ്റം പറഞ്ഞ, കാരണം എല്ലാവരും ജീവിച്ചു പോകണല്ലോ. അതുകൊണ്ട് ഞാൻ മെസ്സിക്കൊന്നും പറയാനില്ല. മെസ്സിയും ബ്രസീലും എനിക്ക് ഇഷ്ടമാണ്, ബട്ട് കുറച്ചുപാട് സ്നേഹം പോർച്ചുഗലിന് കൊടുത്തു. നമ്മളുടെ പോർച്ചുഗൽ ഫാൻ ആയതുകൊണ്ട് തന്നെ. ഇവിടെയാണ് കട, നമുക്ക് കടയിൽ പോകാം. ഇത്രയും കയറ്റമാണ് നമുക്ക് കയറാനുള്ളത്. ഇതൊരു ചെറിയ കയറ്റമാണെന്നാണ് എൻ്റെ ഒരു ഇത്, അല്ലേ കുഞ്ഞു? ഞാൻ എന്നാ ഓടിക്കുമെന്ന്, പക്ഷെ മഴയാണ്, കൊടയും കൊണ്ട് ഓടിക്കും. ഞാൻ വരാം, വേണ്ട. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമായി. നമ്മൾ ഇത്രയും നേരം വീഡിയോ എടുത്തില്ല, നമ്മൾ TV കാണുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അമ്മ അവിടെ കുക്കിംഗ് ആയിരുന്നു. നമുക്കിപ്പം കഴിക്കാൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ തേങ്ങാച്ചോറും ചിക്കനുമാണ്. കുഞ്ഞും ഇവിടെ കഴിക്കാൻ തുടങ്ങി. നമ്മളിവിടെ TV കാണുകയാണ്. അമ്മ ഇവിടെ ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ അമ്മ വീട്ടിൽ വന്നാൽ കട്ടലയിലിരുന്ന് കഴിക്കണം, അതൊരു ഇതാണ്. എനിക്കല്ല, അങ്ങനെ ഇതാണ്, ഞങ്ങൾ അങ്ങനെയാണ്. എന്നാൽ TV നമുക്ക് കാണുമ്പോൾ ഒരു സുഖമാണ്. നമുക്കിനി കഴിക്കാം. ആരും ഉണ്ടാക്കിയത്? അമ്മയും കോടുക്കളമ്മയും കൂടിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് കഴിക്കാം. അമ്മ ഹായ് പറഞ്ഞേ. ഇതാണ് ഗൈസ് കോടുക്കളമ്മ. ഞാൻ പറഞ്ഞാൽ അമ്മ ഒരു ഹായ് പറ. അവ എവിടെ താമസിക്കുന്നെന്ന് പറ. കോടുക്കളം, പടിഞ്ഞാറെ കോടുക്കളം, വെള്ളഞ്ചിറ. നമുക്ക് പുഴയിൽ പോവാം. കുഞ്ഞു അമ്മ ഞാനെല്ലാവരും ഉറങ്ങുമായിരുന്നു. അമ്മ ചിരിച്ചമ്മ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആള് അനിത. നമ്മൾ തേൻ മുട്ടായി കട്ടി. അപ്പം നമുക്കിത് കഴിക്കാം. ഒരു 5:30 ഇല്ല, അത് അതിനായിരുന്നു. അമ്മ വീട്ടിൽ പോയിട്ട് കുളിക്കാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. നമുക്ക് കുറച്ച് പണിയുണ്ട്. അമ്മ മീൻ കഴുകുക. ഞാൻ വിളിച്ചിട്ട് തരാം. അമ്മ അതേ വിളിക്കുന്നു അച്ഛാ. കോടുക്കളമ്മയാണ് വന്നത്. എണീറ്റ് 4:00 ചായ കുടിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
കാരണം ഗായ്സ് അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുവാണ്. കാരണം നാളെ ഞായറാഴ്ചയാണ്, പക്ഷേ നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ഇപ്പോൾ സമയം 7 10 മിനിറ്റ് ഉണ്ട്. നമ്മൾ 7-8 മണിക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഇവിടെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. മീൻസ് വെയിലില്ലാത്തപ്പോൾ മഴയില്ലാത്തപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് വെയിൽ പോയി പയ്യെ പോകുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. നമുക്ക് പുറത്ത് പോയി നോക്കാം. ഈ സ്ഥിതി ഞാൻ സാധാരണ ഇപ്പോൾ കാണിക്കാതെ ഭയങ്കര കുറവാണ്. ഇവിടെ മാമൻ ഗായ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക വ്യൂസ്. രാത്രി ആയല്ലോ നമ്മുടെ അപ്പം ഞാൻ യാത്രയാവാൻ പോവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മോൻ നമ്മൾ കുളിച്ചില്ല കേട്ടോ, കാരണം ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ലാത്തതുകൊണ്ട് കുളിച്ചില്ല. നമുക്കിനി കാലും കൈയൊക്കെ കഴുകിയിട്ട് ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് മാറി നമുക്ക് യാത്ര. ഞാൻ ഇത് കുറേ നാളായി ഇങ്ങനെയൊക്കെ കാണിക്കട്ടെ. അപ്പം നമുക്ക് പോകാം. ഇവിടെ അങ്ങോട്ട് ആയില്ല. സൺഡേ ആയിട്ട് ചിക്കനും ബീഫൊക്കെ മേടിച്ചിട്ടാണ് നമുക്ക് ഫിഷ് ആക്കാന്ന് ഫസ്റ്റ് തന്നെ കുക്കറിലാണ്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് വേവുള്ള അരിയാണ്. അതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് എടുത്താൻ വേണ്ടി ബീട്രൂട്ട് ചോപ്പറിലാണ് സെറ്റ് ചെയ്തെടുത്തത്. സത്യം പറഞ്ഞാൽ ചോപ്പർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അറിയാലോ അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട വെച്ചിട്ട് ഒരു തീര് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോരനും അച്ചാറും തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെക്കിയിട്ട് എനിക്ക് നടക്കുന്നുണ്ടില്ലേ. ഇവിടുത്തെ കാര്യമൊക്കെ അവസ്ഥയുണ്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ മുത്ത് എനിക്ക് ഇങ്ങനത്തെ സാധനം ഐസ്ക്രീം അതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറി. മുത്തിൻ്റെ കയ്യിൽ ജേഴ്സി പുതിയത് ഇത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പേനാമാ തുറക്ക്. അതിനകത്ത് ഇതല്ലേ ഇതിനകത്ത് ഇത് കൊച്ചിന്റെ അല്ല കൊഞ്ഞുടുപ്പൊക്കെ മാറിയിട്ട് കൊച്ചിന്റെ ബുക്കൊന്ന് പൊതിഞ്ഞു കൊടുത്തേ. മതി ഫോണൊക്കെ കൊടുത്ത്. ഗൈസ് അപ്പം അത് സൂപ്പറാണ്. നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. കാരണം 9:30 നാളെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കിടക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല. കാരണം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറി പെട്ടെന്ന് തന്നെ പഠിക്കാനിരുന്നു. ഒന്ന് മേല് കഴുകിയിട്ട് പഠിക്കാനിരുന്നു. കാരണം പഠിക്കണം, 9ാം ക്ലാസ്സാണ്. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാനിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അമ്മ ഫുഡും തന്നു. അതുകൊണ്ട് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കപ്പം കിടക്കാൻ സമയപ്പോഴാണ് ഞാൻ എന്നാൽ വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വെച്ചത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യണോണ്ട് തെറ്റ് കാണും, ഇല്ലെന്ന് ഞാൻ പറയില്ല. തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരുത്തി തരണം. ഞാൻ ഒരു വളർന്നു വരുന്ന യൂട്യൂബറായാലും വളർന്നു വരുന്ന യൂട്യൂബറാണ്. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ വോൾട്ടേജ് കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവായിരിക്കും. അപ്പം
അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ ഗായ്സ്. ഞാനിത് എന്നാൽ പോസ്റ്റ് എന്തായാലും ബുധനാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പം അടുത്ത വീഡിയോ ഇട്ട് വന്നിരിക്കും. ബൈ ഗായ്സ്.